എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഇരിക്കുന്നത് എൻ്റെ കയ്യിലുള്ള നിലവിലുള്ള സ്നീക്കർ കളക്ഷനാണ്. സ്നീക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവെ ഫുഡ് വെയർ കളക്ഷൻസ് ആണ്. സോ ഇത് ഇത്രയാണ് എൻ്റെ കയ്യിൽ നിലവിലുള്ള സ്നീക്കേഴ്സ്. ഞാൻ കാണിച്ചു തരാം, ഓരോന്നായിട്ട് കാണിച്ചു തരാം. പക്ഷേ ഒരു കാര്യം പറയാനുണ്ട്, ഇതിൽ ഒരെണ്ണം പോലും ഹൈപ്പിൻ്റെ പേരിൽ അല്ലെങ്കിൽ ട്രെൻഡിൻ്റെ പേരിൽ തന്നെ ഒരെണ്ണം പോലും മേടിച്ചിട്ടില്ല. എല്ലാം എൻ്റെ പേഴ്സണൽ യൂസ്, അതായത് വേഴ്സറ്റൈൽ ആയിട്ടുള്ള എവർഗ്രീൻ ആയിട്ടുള്ള ഏതൊരു ഔട്ട്ഫിറ്റിനോടെയും എനിക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയ സ്നീക്കേഴ്സ് മാത്രമാണ്. ഇതിൽ ഒരെണ്ണം പോലും ട്രെൻഡ് ബേസ്ഡോ ഹൈപ്പ് ബേസ്ഡോ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം ഇല്ല. എൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു പർച്ചേസ് ആണ് ഈ ഒരു ചെൽസി ബൂട്ട്. ഞാൻ ഇതുവരെ ബൂട്ട്സ് ഒന്നും യൂസ് ചെയ്തില്ല, ചെൽസി ബൂട്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടേ ഇല്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. ആൻഡ് പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇത് ഞാൻ മേടിച്ചത്. കാർട്ടർ ലണ്ടൻ്റെ ഒരു ചെൽസി ബൂട്ടാണ്. ഞാൻ ഇത് തന്നെ മേടിക്കേണ്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഡീറ്റെയിലിംഗ് തന്നെയാണ്. ആൻഡ് ക്വാളിറ്റി വൈസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. ആൻഡ് ഏറ്റവും മെയിൻ റീസൺ നിങ്ങൾ ചെൽസി ബൂട്ട് മേടിക്കുമ്പോൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഷേപ്പ്, അതിൻ്റെ സ്ട്രക്ചർ, ആ കറക്റ്റ് രീതിയിലുള്ള സൈഡിലെ ആർച്ചും ഫ്രണ്ടിലെ ആ പോയിന്റിനെസ്സും നിങ്ങൾ പിടിച്ചിടാനുള്ള ആ ഒരു എലാസ്റ്റിസിറ്റിയും ആ കറക്റ്റ് ഓവറോൾ ബൂട്ടിൻ്റെ ഷേപ്പും നിങ്ങൾ നോക്കണം. ചില ബൂട്ട്സിനെ ഒരുപാട് ഇടുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് വൈഡ് ആവും. പക്ഷേ കറക്റ്റ് സ്ട്രക്ചറുള്ള നല്ല ടൈറ്റ് ആയിട്ടുള്ള ബൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ ആ സ്ട്രക്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ചെൽസി ബൂട്ടാണ് ഇത്. ഞാൻ എപ്പം വേണമെങ്കിലും പർച്ചേസ് ചെയ്യുന്നേ ഞാൻ പറയത്തുള്ളൂ. ആസ് ഓഫ് നൗ ഞാൻ 2-3 തവണ ഇട്ടു. ആൻഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇടാൻ അത്ര ഭയങ്കര കംഫർട്ടബിൾ അല്ല, കാലൊക്കെ വേദനിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷേ നൈസ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. നെക്സ്റ്റ് വൺ ലീവൈസിൻ്റെ 2 സ്നീക്കേഴ്സ് ആണ്. ഇത് 2 വേരിയൻ്റ് ആയിട്ടാണ് വരുന്നത്. ഒന്ന് ഇതിനകത്ത് വൈറ്റിനകത്ത് റെഡ് ഷെയ്ഡായിട്ടും വരുന്നുണ്ട്, ആൻഡ് ഓഫ് വൈറ്റിൽ ഒരു ബ്ലൂ കളർ അല്ലെങ്കിൽ നേവി ബ്ലൂ കളർ തീമിലും വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഞാൻ യൂസ് ചെയ്തത് ആ വൈറ്റിനകത്ത് റെഡ് വരുന്നതാണ്. കാരണം മറ്റു നോട്ടത്തിൽ ആ റെഡ് കളർ ഭയങ്കര ഫ്ലാഷി ആയിട്ട് തോന്നുമെങ്കിൽ അത് തോന്നും എന്ന് ഞാൻ ഉറപ്പിൽ തന്നെയാണ് ഞാൻ എടുത്തത്. പക്ഷേ അതിനു വേണ്ടി ഫ്ലാഷ് ആയിട്ടൊന്നും തോന്നുന്നില്ല. അത്യാവശ്യം നല്ലൊരു സ്നീക്കേഴ്സ് തന്നെയാണ്. ഇടാനും കംഫർട്ടബിൾ ആണ്. ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തൊരു സ്നീക്കറാണ്. ഇതിൻ്റെ 2 വേരിയൻസ് ഉണ്ട്. ആദ്യം പറഞ്ഞ റെഡും രണ്ടാമത്തെ പറഞ്ഞ നേവി ബ്ലൂ. സ്നീക്കേഴ്സ് രണ്ടും സെയിം ആണ്, ആകെ കളേഴ്സ് മാത്രമുള്ള വ്യത്യാസം. നിങ്ങൾക്ക് ഏതൊരു ഔട്ട്ഫിറ്റിനോടെയും കമ്പൈൻ ചെയ്യാൻ പറ്റിയൊരു കോമ്പിനേഷൻ. കാഷ്വൽ രീതിയിലും സ്കൂൾ കോളേജ് യൂസിനൊക്കെ ആണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സേഫസ്റ്റ് ഓപ്ഷനാണ് ഇത് 2 ആൻഡ് അടുത്തതും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആകുന്ന ഈ റീബോക്കിൻ്റെ ഈ ഒരു സ്നീക്കേഴ്സ്. ഇതും ഞാൻ 2 വേരിയൻ്റ് എൻ്റെ കയ്യിലുണ്ട്. ഒരെണ്ണം ഗ്രേ ആണ്, ഒരെണ്ണം ഓഫ് വൈറ്റിൽ ഗ്രീൻ. ഇത് നിങ്ങൾക്ക് കാഷ്വലോ കോളേജിലോ സ്കൂളിലോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ഒരു മടിയും കൂടാതെ കമ്പൈൻ ചെയ്യാൻ പറ്റിയൊരു കോമ്പിനേഷനാണ്. സ്ലൈറ്റ്ലി റിലാക്സ് ഫിറ്റ് അല്ലെങ്കിൽ ബാഗി ഫിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രേറ്റ് ഓപ്ഷനാണ്. അത്യാവശ്യം കംഫർട്ടബിൾ തന്നെയാണ്. ആൻഡ് ഈ ഓഫ് വൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അഴുക്കായി കഴിഞ്ഞാൽ എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരും. ഇതിൻ്റെ തന്നെ വേറൊരു വേരിയൻ്റ് ഉണ്ട്, പ്യുവർ ബ്ലാക്ക് വരുന്നത്. ബ്ലാക്കും വേറെ ഷെയ്ഡും കൂടെ വരുന്നത്. ആൻഡ് കറണ്ട് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്. പക്ഷേ എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ട സാധനമാണ്. അത് നോക്കിയപ്പോൾ കിട്ടിയില്ല, അങ്ങനെയാണ് ആ ഗ്രേ മേടിച്ചത്. അത് അനിയനും കൊടുത്തു. ആൻഡ് ഇത് തന്നെ ഒരുപാട് ഔട്ട്ഫിറ്റ്സിനോട് കമ്പൈൻ ചെയ്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിളും ആണ്. ആൻഡ് അടുത്തതും ലീവൈസിൻ്റെ തന്നെ ഒരു സ്നീക്കേഴ്സ് ആണ്. ഇതൊരു സാമ്പാസ് പോലത്തെ റിസംബ്ലൻസ് വരുന്നതാണ്. എൻ്റെ മെറ്റീരിയൽ സ്വേഡ് രീതിയിലുള്ള മെറ്റീരിയലാണ് ഇത്. ആൻഡ് വൈറ്റ് ഡീറ്റെയിലിംഗും സൈഡിലുണ്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. കാരണം യൂഷ്വലി ഉള്ള ആ ലെതർ ടൈപ്പ് സ്നീക്കേഴ്സിനെയും കാട്ടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറും മെറ്റീരിയലുമാണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ എപ്പോഴും സെയിം വൈറ്റ് സ്നീക്കേഴ്സോ അല്ലെങ്കിൽ നോർമൽ സ്നീക്കേഴ്സ് ഇട്ട് ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒക്കേഷൻ ബേസ് വല്ലപ്പോഴും കാഷ്വൽ ആയിട്ടൊക്കെ ഇടാനായിട്ട് പറ്റിയൊരു ഗ്രേറ്റ് ഓപ്ഷനാണ്. കാരണം ഇച്ചിരി സ്പെഷ്യൽ ആയിട്ടുള്ള സ്നീക്കേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ചൂസ് ചെയ്യാൻ ഗ്രേറ്റ് ഓപ്ഷനാണ്. ബാഗി ഫിറ്റ്, റിലാക്സ് ഫിറ്റ്, സ്കൂളും കോളേജും യൂസ് ചെയ്തുകൂടാതല്ല, യൂസ് ചെയ്യാം. നിങ്ങൾ കഴിവതും കാഷ്വലായിട്ട് കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യാലിറ്റി കീപ്പ് ചെയ്യാൻ പറ്റും. അതിന് അടുത്തതും കുറച്ചധികം ദിവസമായിട്ട് എപ്പോഴും ട്രൈ ചെയ്യുന്ന ഒരു സ്നീക്കേഴ്സ് എന്ന അഡിഡാസിൻ്റെ ഈ ഒരു സ്നീക്കേഴ്സ്. ഇതിൻ്റെ ഒരുപാട് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ട്രഡീഷണൽ ആയിട്ടുള്ള അഡിഡാസ് ലുക്കിൽ തന്നെയാണ് വരുന്ന. വൈറ്റിനകത്ത് ബ്ലൂ സ്ട്രൈപ്സും ബാക്കിലും ബ്ലൂ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. ആൻഡ് പേഴ്സണലി ഞാൻ എവറിഡേ യൂസിന് എന്നും യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. ആദ്യം യൂസ് ചെയ്യുമ്പോൾ അഴുക്കാവുമോ എന്നൊക്കെ പറഞ്ഞ പേടിയുണ്ട്. ഇപ്പോൾ അഴുക്കൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് നന്നായിട്ട് ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. സ്കൂൾസ് കോളേജസ് നിങ്ങൾക്ക് കണ്ണും പൂട്ടി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രേറ്റ് ഓപ്ഷനാണ്. കാരണം ഇത് ആമസോണിൽ സെയിലിൽ ഇടപെടിക്കുകയാണെങ്കിൽ എല്ലാം സെയിലാണ് നടക്കുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പം മേടിച്ച് കഴിഞ്ഞാൽ നല്ല പ്രൈസ് കുറഞ്ഞ് മേടിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഇനി ലോഫേഴ്സ് സെക്ഷനിലോട്ട് നോക്കിയാൽ എനിക്ക് മെയിനായിട്ട് കാണിക്കാൻ 2 ലോഫേഴ്സ് ആണ് ഉള്ളത്. ഒന്ന് മേസൺ ഹാബറിൻ്റെ ഈ യാർഡ് ലോഫേഴ്സ് ഒരു ഗ്രേ ഷെയ്ഡിലാണ് വരുന്നത്. സോൾ വൈറ്റ് ആണ് വരുന്നത്. എൻ്റെ പേഴ്സണലി ഓൾഡ് മണി സ്റ്റൈൽ രീതിയിലൊക്കെ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നന്നായിട്ട് മീൻസ് അത്രയും സ്ട്രെസ് ചെയ്ത് പറയുക, അത്രയ്ക്കും ഞാൻ യൂസ് ചെയ്തൊരു ഫുഡ് വെയർ ഓപ്ഷനാണ് ഇത്. കാരണം ഓൾഡ് മണി ഔട്ട്ഫിറ്റിലോട്ട് പോകുമ്പോൾ എപ്പോഴും എൻ്റെ ഗോ ടു ഓപ്ഷൻ യാർഡ് ലോഫേഴ്സ് ആണ്. ആൻഡ് ലോഫേഴ്സിൽ 2ാമത്തെ ഓപ്ഷനാണ് ഈ ഒരു ലൂയിസ് സ്റ്റിച്ചിൻ്റെ ബ്ലാക്ക് ലോഫേഴ്സ്. ഇത് സ്വേഡ് മെറ്റീരിയലാണ് വരുന്നത്. ആൻഡ് ഒരു ഫോമൽ രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റിനോ ഇപ്പോൾ കല്യാണത്തിനോ എൻഗേജ്മെന്റ് അങ്ങനത്തെ പാർട്ടീസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഗ്രേറ്റ് ഓപ്ഷനാണ്. കാഷ്വലായിട്ട് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റേത് കാഷ്വലായിട്ട് കീപ്പ് ചെയ്യാനാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ഫോമൽ, ഒരു സെമി ഫോമൽ രീതിയിലൊക്കെ വരുന്നൊരു ലോഫേഴ്സ് ആണ്. ഇത് ഞാൻ 2023 മേടിച്ചത്. ആൻഡ് എനിക്ക് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ലോഫർ തന്നെയാണ് ലൂയിസ് സ്റ്റിച്ച്. ഇനി സാൻഡൽസ് നോക്കുവാണെങ്കിൽ എനിക്ക് 2 ആണ് ഉള്ളത്. ഒരെണ്ണം ഇതൊരു ഓൾഡ് മണി സ്റ്റൈലൊക്കെ രീതിയിലോട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രേറ്റ് ഓപ്ഷനാണ്. ചെറിയ
രീതിയിൽ നെറ്റ് കണക്കാണ് വരുന്നത്. ഈ വോക്കറോൻ്റെ ഒക്കെ ഇതേ സെയിം അവൈലബിൾ ആണ്. ഇതിന്റെ ഈ ബ്രാൻഡ് ഏതാണെന്ന് എനിക്കറിയില്ല, മേടിച്ചിട്ട് ഒരുപാട് നാളെ. രണ്ടാമത്തെ ഓപ്ഷൻ ആണ് ഒരു ബർക്കിൻ സ്റ്റോക്സിന്റെ റിസംബ്ലൻസ് വരുന്ന ഒരു ഫുഡ് വെയർ ആണ്. ഇത് അത്യാവശ്യം ഒരു ബർക്കിൻ സ്റ്റോക്സിന്റെ റിസംബ്ലൻസ് ആണ് വരുന്നത്. ഞാൻ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്ത, ഒരു ഷോർട്ട് വീഡിയോ ചെയ്താൽ. കറന്റ് ഇത്രയുമാണ് എൻ്റെ കയ്യിലുള്ള ഫുഡ് വെയർ കളക്ഷൻ. ഇതിന്റെ ഏതിനെങ്കിലും ലിങ്ക്സ് വേണമെന്നുണ്ടെങ്കിൽ ലിങ്ക് എല്ലാ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇത്രയുമാണ് എൻ്റെ ഫുഡ് വെയർ കളക്ഷൻ. ഇതെല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഒരു 10,000-10,000 രൂപ പോലും തികച്ച് വരുന്നില്ല. ചിലരുടെയൊക്കെ ലക്ഷക്കണക്കിന് രൂപ വരുന്ന ഫുഡ് വെയർ കളക്ഷനൊക്കെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ ബ്രാൻഡ്സോ ഹൈപ്പോ അങ്ങനത്തെ രീതിയിലോ ഞാൻ നോക്കാറില്ല. എൻ്റെ കംഫർട്ടും ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള എൻ്റെ ഔട്ട്ഫിറ്റ്സുമായിട്ട് എത്രത്തോളം മാച്ച് ചെയ്യാൻ പറ്റും, എൻ്റെ സ്റ്റൈലിംഗ് രീതിയിൽ ഇത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള സ്നീക്കേഴ്സാണ് ഞാൻ നോക്കുന്നത്. ഞാൻ പേഴ്സണലി എൻ്റെ ഒപ്പീനിയൻ അത് തന്നെയാണ്. നിങ്ങളും അത് തന്നെയായിരിക്കും നോക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ട്രെൻഡ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ കുറച്ച് നാളെയും ആ സാധനം കളയുമ്പോഴത്തേക്ക് ചിലപ്പോൾ 10,000-15,000 ഒക്കെ കൊടുത്ത് മേടിക്കുന്നവർ ആ ട്രെൻഡ് കഴിയുമ്പോഴത്തേക്ക് അതിനെ പിന്നെ തിരിഞ്ഞ് നോക്കാത്ത പോലും ഇല്ല. സോ അങ്ങനത്തെ ഒരാളായിട്ട് നിങ്ങളും മാറരുത്. എപ്പോഴും ട്രെൻഡിന് ഒരു അടിമയായിട്ട് നിൽക്കുന്നതിന് പകരം സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി, ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. സ്റ്റൈൽ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ പിന്നെ കാണാം.